ഇതിനേക്കാൾ ഈസി ആയിട്ട് ഒരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. വാ നമുക്കൊന്ന് ട്രൈ ചെയ്യാവേ. ആദ്യമേ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ സമയത്ത് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ സവോള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. റോ ആയിട്ട് ജിഞ്ചറും ഗാർലിക്കും ചതച്ചിട്ടാലും നല്ലതായിരിക്കും കേട്ടോ. ഞാനിത് പെട്ടെന്ന് ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്തതേ ഉള്ളൂ. അതൊന്ന് നമുക്ക് മൂത്ത് വരുമ്പോഴേക്കും പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ തക്കാളി. പച്ചമുളക് ഒരുപാട് വേണ്ട, ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ, കാരണം പെപ്പറിന് നല്ല എരിവുണ്ടാവും. ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച നമ്മുടെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. ശേഷം മല്ലിപ്പൊടി. ആക്ച്വലി നമുക്ക് റോ ആയിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പൊടിച്ച പൊടിയുടെ കൂടെ ചൂടാക്കി പൊടിച്ചാൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കേട്ടോ. ശേഷം ആസ് യൂഷ്വൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് എടുത്ത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ. അങ്ങനെ ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 15 to 20 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.